പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ അദ്ദേഹം ഈ മദ്യനയവുമായി ഏർപ്പെട്ട ഈ കച്ചവടത്തിൽ പൂർണ്ണമായിട്ടും കുറ്റവാളിയാണ്. അപ്പോഴാ വീഡിയോയുടെ താഴെ കേരളത്തിലുള്ള പല മലയാളികളും അദ്ദേഹത്തെ ആരാധിക്കുന്നവരും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവരൊക്കെ കമൻ്റ് ചെയ്തു. ഞാൻ പറയുന്ന തെറ്റാണ്, കേജ്രിവാൾ ഒരു കാരണവശാലും ഇതേപോലെയുള്ള പരിപാടിക്ക് കൂട്ടു നിൽക്കുകയില്ല എന്നൊക്കെ ഒത്തിരി കമൻറ്റുകൾ വന്നു. ചിലരൊക്കെ വളരെ മോശമായിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ആ വീഡിയോയ്ക്കെതിരെ. അവസാനം ഡൽഹി ഹൈക്കോർട്ട് ഇന്നലെ എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ അതേപോലെ അറസ്റ്റ് ചെയ്തതിനെതിരെയും റിമാൻഡിൽ എടുത്തതിനെതിരെയും ഇഡിക്കെതിരെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു അരവിന്ദ് കേജ്രിവാൾ. അതായത് ഡൽഹി മുഖ്യമന്ത്രി, ഡൽഹി ക്യാബിനറ്റ് മിനിസ്ട്രി ഒന്നടങ്കമാണ് ഇത് കൊടുക്കുന്നത്. എന്താണ് ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞത്? ഇതാണ് ചോദ്യം. ഡൽഹി ഹൈക്കോർട്ട് അത് റിജക്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞത് അരവിന്ദ് കേജ്രിവാളിനെതിരെ തെളിവുണ്ട്. അപ്പം പലരും പറഞ്ഞു, മീഡിയയിലൊക്കെ വരുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലും വരുന്നുണ്ട്, അതായത് കേജ്രിവാളിനെതിരെ അപ്രൂവർ ആയിട്ടുള്ളവരുടെ സംഭവം കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് ചെയ്തത്. ഈ അപ്രൂവർ എന്ന് പറഞ്ഞ് നേരത്തെ തെറ്റ് ചെയ്തവരായിരുന്നു. പിന്നീട് അവർ ഇലക്ഷൻ ബോണ്ടിന് BJPക്ക് പണം കൊടുത്ത് അതാണ് കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ആ കോർട്ടിൻ്റെ ഓർഡർ എടുത്ത് വായിച്ച് നോക്കണം എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തത്. അതായത് വീണ്ടും അവിടെയും AAP, ആം ആദ്മി പാർട്ടി എല്ലാം കൂടെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് തെളിവുകളില്ല. ആ തെളിവ് ഓരോന്നായിട്ടാണ് പറയുന്നത്. പ്രധാനമായിട്ട് എന്തുവാ തെളിവുകൾ പറയുന്നത്? പോളിസിയുമായിട്ട്, മദ്യത്തിൻ്റെ ആ പോളിസിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഗൂഢാലോചനയുടെ കോൺസ്പിറസിയുടെ മെയിൻ കണ്ണി എന്ന് പറയുന്നത് കേജ്രിവാളാണ്. രണ്ടാമത് ഇവർ പറയുന്നത് പണം ട്രേസ് ചെയ്യാൻ സാധിച്ചില്ല, അതായത് കൈക്കൂലി സംഭവം. അവിടെയാണ് കറക്റ്റായിട്ട് അതിൻ്റെ അത് പറയുന്നുണ്ട്. ഗോവ ഇലക്ഷനും പഞ്ചാബ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പണം കിട്ടിയിട്ട് ഇത് ട്രാൻസാക്ഷൻ, ഹവാല ട്രാൻസാക്ഷൻ നടക്കുന്നു ഗോവയിലോട്ടും പഞ്ചാബിലോട്ടും. അതിന് ആരൊക്കെയാണ് ഹവാല ട്രാൻസാക്ഷൻ നടത്തിയത്? അത് തേർഡ് പാർട്ടിയാണല്ലോ. അപ്പോൾ അവരുടെ മൊഴിയുണ്ട്, അത് അപ്രൂവർ സ്റ്റേറ്റ്മെൻ്റ് അല്ല. അപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ച് കോടതിയുടെ മുമ്പിൽ വന്ന ശേഷമാണ് അയാൾക്കെതിരെയുള്ള ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത്. ഇതെങ്കിലും മനസ്സിലാക്ക്, ഇത്രമാത്രം കോടതിയിലാണ് പോയേക്കുന്നത്. ഹൈക്കോടതിയിൽ പോയേക്കുന്നു, ട്രയൽ കോടതിയിൽ പോയേക്കുന്നു, സുപ്രീം കോടതിയിൽ പോയേക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പല ആവർത്തി. എത്ര ഒരു ജഡ്ജിയാണ്, പല ജഡ്ജിമാരില്ലയോ? ഇപ്പം ഇവരുടെ കൈകളിലൊക്കെ പോയിട്ടും എന്തുകൊണ്ടാണ് മനീഷ് സിസോദിയയ്ക്കും ജെയിൻ എന്ന് പറഞ്ഞ മന്ത്രിക്കും ഇവർക്ക് ജാമ്യം കിട്ടാത്തത്? സഞ്ജയ് സിംഗിൻ്റെ കാര്യം വേറെയാണ്. സഞ്ജയ് സിംഗിന് ജാമ്യം കൊടുത്തതിൻ്റെ വേറെ അർത്ഥത്തിൽ സുപ്രീം കോർട്ട് പറഞ്ഞൊരു സംഭവമാണ്, അയാളുടെ വീട്ടിൽ നിന്നും ഒന്നും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. ആ സത്യമാണത്. സഞ്ജയ് സിംഗിനെ ആ രീതിയിലല്ല ED പറയുന്നത്. ഈ കോൺസ്പിറസിയിലും ഈ പറയുന്ന ആൾക്കാർ പണം കൊടുത്തവരും സഞ്ജയ് സിംഗുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അവരുമായിട്ട് സഞ്ജയ് സിംഗുമായിട്ട് സംസാരിച്ചിരുന്നു. ഇതൊക്കെ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ ഇപ്പം നിയമപരമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എല്ലാം. അല്ല, വെറുതെ പറഞ്ഞാലൊന്നും പറ്റത്തില്ല. കോടതിയിൽ ED കാണിച്ചു കൊടുക്കണം. ഈ പറയുന്ന അപ്രൂവർ സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. എവിടുന്നാണ് പണം വന്നത്? ആരാണ് പണം ട്രാൻസാക്ഷൻ നടത്തിയത്? ഈ പണം ആരാണ് ഗോവയിൽ വാങ്ങിയത്? ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത് അപ്രൂവർ അല്ല, ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവരെല്ലാം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എല്ലാവരും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. കാരണം അവർ കോടതിയിൽ തെളിവിൻ്റെ ഭാഗമായിട്ടാണ് വരാൻ പോകുന്നത്. ഇനി അടുത്തൊരു ചോദ്യം. ഈ അടുത്ത സമയത്താണ് RTI മുഖാന്തരം അരവിന്ദ് കേജ്രിവാളിൻ്റെ ചീഫ് മിനിസ്റ്റർ ഓഫീസ് കം റെസിഡൻസ്, നിങ്ങൾക്കറിയാതെ ഡൽഹിയിലെ ടൈപ്പ് 6 വീടെന്ന് പറയുന്നത് ടൈപ്പ് 5 ടൈപ്പ് 6 വീടാണ്. അത് 2 നിലയാണ്. കാരണം ലുറ്റിയൻ ബംഗ്ലാവിൻ്റെ ആ രീതിയിലുള്ള നല്ല കോമ്പൗണ്ടും ഒക്കെയുള്ള സംഭവമാണ് ഡൽഹി ചീഫ് മിനിസ്റ്ററിൻ്റെ വീടെന്ന് പറയുന്നത്.
ഏകദേശം 6 മുറികളുണ്ട്. ഒരു ഓഫീസിനായിട്ട് തൊട്ടപ്പുറത്ത് കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ ഒരു 2 റൂമുണ്ട്, ഓഫീസ് സ്പേസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് 4 വർഷം കൊണ്ട് അരവിന്ദ് കേജ്രിവാൾ അത് റിനോവേറ്റ് ചെയ്യാൻ ആകെ ഡൽഹി ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിയത് 42 കോടി രൂപയാണ്. ആലോചിച്ച് നോക്കുക. 6 ബെഡ്റൂമുള്ള ഒരു വീട് റിനോവേറ്റ് ചെയ്യുവാൻ അരവിന്ദ് കേജ്രിവാൾ വാങ്ങിയിരിക്കുന്നത് 42 കോടി രൂപയാണ്. 42 കോടി നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിനകത്ത് 29 കോടി രൂപ 29 എന്തിനു വേണ്ടിയാണ് ചിലവാക്കിയേക്കുന്നത്? 4 വർഷത്തേക്ക് പ്ലംബിങ്ങിനും ഇലക്ട്രിസിറ്റിയും. നിങ്ങളിപ്പം ഈ 29 കോടി രൂപയാണ് പ്ലംബിംഗ്, ഇലക്ട്രിസിറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇതിൻ്റെ RTI എല്ലായിടത്തും പുറത്തു വന്നതാണ്. ഇപ്പം 29 കോടി രൂപ കൊണ്ട് എന്ത് പ്ലംബിങ്ങും ഇലക്ട്രിസിറ്റിയാണ് അവിടെ നടത്തിയത്? എൻ്റെ ചോദ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിന് എന്ത് ഉത്തരവാണ് കേജ്രിവാൾ കൊടുക്കുന്നത്? അതിനെ ന്യായീകരിക്കുകയാണ്. 29 കോടി രൂപയ്ക്കകത്തുനിന്ന് അടിച്ചു മാറ്റിയേക്കുക. എന്തുവാ 29 കോടി രൂപയുടെ പ്ലംബിംഗ്, ഇലക്ട്രിസിറ്റി? ഇനി വിദേശത്തു നിന്ന് ഇതിൻ്റെ എല്ലാ സാധനം കൊണ്ടുവന്ന് പ്ലംബിങ്, ഇലക്ട്രിസിറ്റി നടത്തിയാൽ പോലും കൂടി വന്നാൽ 1 കോടിക്ക് മുകളിൽ പോവുകയില്ല. അപ്പം എന്താണ് 29 കോടി എന്തിനാണ് ചെലവാക്കിയത്? അതിന് ഉത്തരം കൊടുക്കുന്നില്ല. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്, എനിക്ക് കേജ്രിവാളുമായിട്ട് നേരിട്ട് പരിചയവും കണക്ഷനും ഒക്കെ ഉണ്ട്. അപ്പം ഇത് ആദ്യം മുതൽ പറയുന്നതിൻ്റെ കാരണം, ഈ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് കേജ്രിവാൾ പിന്നീട് മാറിയത്. കറപ്ഷനെതിരെയാണ് ഇയാൾ കയറി വരുന്നത്. പിന്നീട് മദ്യനയം ആലോചിച്ച് നോക്കുക. ഗാന്ധിയൻ പാർട്ടി മദ്യത്തിനെതിരെ സമരം ചെയ്തവരാണ് കേജ്രിവാളും കൂട്ടരും. ആ മദ്യത്തിൻ്റെ നയം അവിടെ ചില ബ്രൂവറീസുകാർക്ക് വേണ്ടി, ഇതുകൊണ്ട് മാനുഫാക്ചേഴ്സിന് വേണ്ടി അത് മുഴുവനും മാറ്റി എഴുതി കൊടുത്തു. അതിൻ്റെ അകത്ത് 110 കോടി രൂപയുടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കറപ്ഷൻ നടന്നിട്ടുണ്ട്. ഈ പണം, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പണം ഇത്രയും കൊടുക്കുവാൻ വേണ്ടി പലരും ബാങ്കുകളിൽ നിന്നും എടുത്തിട്ടുണ്ട്, പലരുടെയും നിന്നും കടമായിട്ട് വാങ്ങിയിട്ടുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് 110 കോടി രൂപ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഇവരുടെ കൈകളിൽ നിന്നുമൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഇവർ പണം വാങ്ങിയേക്കുന്നത്, ഏതൊക്കെ ബാങ്കിൽ നിന്നുമാണ് അതിനുവേണ്ടി പണം വിഡ്രോ ചെയ്തത്, എവിടുന്നൊക്കെയാണ് കടം, അതായത് ഈ പറയുന്ന കമ്പനികൾ കടമായിട്ട് പലരുടെയിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. അവരൊക്കെ മൊഴി കൊടുത്തു. അങ്ങനെയാണ് ഈ കേസ് കയറി അങ്ങ് സ്ട്രോങ് ആവുന്നത്. ആരാണ് ഈ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ആദ്യം, ഈ മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? ആം ആദ്മി പാർട്ടിയാണ്. കാരണം മദ്യം ഒഴുകുകയാണ്. കാരണം ഡൽഹിയിലുള്ള ഈ പറയുന്ന കോളനിയിലാണെങ്കിലും മറ്റുള്ള പാവങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്താണ് വെള്ളം മേടിച്ച് അവിടെ കിടക്കുക. 1 കുപ്പി മേടിച്ചാൽ 4 കുപ്പി ഫ്രീയാണ്. അവരാണ് ബേസിക്കലി ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തത്. അവിടെ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നീട് അത് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. നിങ്ങളിതിൻ്റെ ഈ ഇഷ്യൂവിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് ആദ്യം പോയി തപ്പി നോക്കുക. എന്നിട്ടാണ് അന്നത്തെ, അതായത് ജയിലിൽ കിടക്കുന്ന മനീഷ് സിസോദിയ ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് കത്തെഴുതുകയാണ്. അതായത് ഈ മദ്യനയം സസ്പെൻഡ് ചെയ്യുകയാണ്, സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് പഴയ മദ്യനയം കൊണ്ടുവന്നു. എന്നിട്ട് ഈ മനീഷ് സിസോഡിയ തന്നെയാണ് അവിടെ CBI എൻക്വയറിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. അതിനുശേഷമാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ ഈ ഫയലുകളെല്ലാം CBIക്ക് ട്രാൻസ്ഫർ ചെയ്യാനും, ഇതൊരു ആദ്യം അന്വേഷിച്ച CBI അല്ല, ആദ്യം അന്വേഷിച്ച ചീഫ് സെക്രട്ടറിയാണ്. ഡൽഹി ചീഫ് സെക്രട്ടറി ആരുടെ ആളാണ്? കേജ്രിവാളിൻ്റെ ആൾ, ഏറ്റവും അടുത്ത ആൾ. അപ്പോൾ ഇയാൾ കയറി ഈ ചീഫ് സെക്രട്ടറി ഇത് അന്വേഷിച്ച് കഴിഞ്ഞപ്പം അത് ഗവർണർക്ക് കൊടുക്കുന്നു. അതിൽ വ്യക്തമായിട്ട് പറയുന്നു, ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട്, ഈ നയം തെറ്റാണ്, ഡൽഹിക്കാർ മുഴുവനും വെള്ളം പിടിച്ച് ബോധമില്ല റോഡിൽ കിടക്കുകയാണ്,
ഇതിൽ ഇത്ര കോടി രൂപയുടെ കറപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ റിപ്പോർട്ടൊക്കെ വെബ്സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് എടുത്ത് വായിച്ചു നോക്കാം. അതിനുശേഷമാണ് ഡൽഹി ലഫ്റ്റനൻറ്റ് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് CBI എൻക്വയറിക്ക് ഓർഡർ ചെയ്യുന്നത്. ആദ്യം CBI എൻക്വയറി നടക്കുന്നേ. അതിനുശേഷമാണ് ഇതിനകത്ത് മണി ട്രാൻസാക്ഷൻ, അതായത് കള്ളപ്പണ ഇടപാടുണ്ടായി. ഈ CBI അന്വേഷണത്തിലാണ് പുറത്ത് വരുന്നത്. എന്നിട്ടാണ് ഇത് ED ഈ കേസ് ഏറ്റെടുക്കുന്നത്. കാരണം കള്ളപ്പണത്തെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ EDയെ കൊണ്ടേ പറ്റുകയുള്ളൂ. അവർക്കാണ് അതിൻ്റെ പൂർണ്ണമായിട്ട് അധികാരമുള്ള ഏജൻസി എന്ന് പറയുന്നത്. അവർ ഈ ബാങ്കുകളിലും ഒക്കെ പോയി ഇതിൻ്റെ കാര്യങ്ങൾ തപ്പിയപ്പോഴാണ് മനസ്സിലായത് ഇത്ര കോടി രൂപയുടെ കറപ്ഷൻ നടന്നു. അതിൻ്റെ മുഖ്യ കണ്ണി എന്ന് പറയുന്നത് അന്നത്തെ എക്സൈസ് മിനിസ്റ്റർ മനീഷ് സിസോദിയ ആയിരുന്നു. ഈ പറയുന്ന സൗത്ത് ഇന്ത്യ ആന്ധ്രയിലുള്ള കമ്പനികൾക്ക് വേണ്ടി നയം മാറ്റിക്കൊടുത്തു. അങ്ങനെ ഇത്ര കോടി ഇവിടെ വന്നു. അതിൻ്റെ കണക്കുകൾ പറയുന്നുണ്ട്. ഏതൊക്കെ ബാങ്കിൽ നിന്നാണ് ഈ പറയുന്ന കമ്പനിയിലുള്ള ഈ ചന്ദ്രശേഖർ റാവു, അദ്ദേഹത്തിൻ്റെ മകള് കവിത, പിന്നെ വിജയ നായർ, ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോക്കസ്, ഇവരെല്ലാം പറയുന്നുണ്ട് എവിടെ നിന്നൊക്കെയാണ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് ആരുടെ കയ്യിൽ നിന്നാണ് പണം ആദ്യം കടവായിട്ട് വാങ്ങിയത്. കാരണം ഈ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി. ഇതൊക്കെ തെളിവല്ലേ? അപ്പം ഇതിൻ്റെ ഫോറൻസിക്കായിട്ട് മറ്റുള്ള എല്ലാ തെളിവുകളും ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ തീരുമാനം ആരെ എടുക്കുന്നത്? ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഈ അരവിന്ദ് കേജ്രിവാളിന് അദ്ദേഹത്തോട് കൂടെ നിൽക്കുന്ന ആരെയും വിശ്വാസമില്ല. അദ്ദേഹത്തിനൂടെ വർക്ക് ചെയ്ത പല സീനിയറായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ പൊളിറ്റീഷ്യൻസ് തന്നെയാണ് ഈ കാര്യം എന്നോട് പറയുക. കാരണം നേരത്തെയും പലരും പറയാറുണ്ട് അയാൾക്ക് ആരെയും വിശ്വാസമില്ല. അതിൻ്റെ പേരിൽ അയാൾക്ക് വിശ്വാസമുള്ള 1-2 പേരോ ചേർന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്ത്. അതിനകത്ത് ഏറ്റവും പ്രധാന കണ്ണിയായിരുന്നു വിജയനായെന്ന് പറയുന്ന മലയാളി. അയാൾ പഴയൊരു ജേർണലിസ്റ്റായിരുന്നു. അയാൾ ഈ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷനോടൊക്കെ ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെയും കേജ്രിവാളിൻ്റെ PR-ൻ്റെ കാര്യങ്ങൾ നോക്കുന്നയാളായിരുന്നു വിജയനായർ. അയാൾ ത്രൂ ആണ് ബാക്കി ഇടപാടുകളെല്ലാം നടത്തുന്നത്. സിസോദിയ അതിനകത്ത് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും. ഇതിൻ്റെ എല്ലാം ഡയറക്ഷൻ വന്നത് അരവിന്ദ് കേജ്രിവാൾ കൊടുത്തിട്ട്. മുഖ്യമന്ത്രി അറിയാതെ, അത് കേജ്രിവാൾ അറിയാതെ ഇതൊരു പുല്ലും നടക്കത്തില്ല. ഇതാണ് അതിൻ്റെ സത്യം. ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഈ കേജ്രിവാൾ എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും പറയുന്നില്ല അയാൾ പണം സ്വന്തമായിട്ടുണ്ടാക്കിയ ആളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പാർട്ടിക്ക് വേണ്ടി ഇതേപോലെയുള്ള കള്ളത്തരങ്ങൾ അയാൾ കാണിച്ചു. അത് സത്യമാണ്. അതുകൊണ്ടല്ലേ ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്, തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞപ്പോൾ തെളിവുകളുണ്ട്. പെട്ടെന്ന് ചാടി കയറി ഇന്ന് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഇപ്പം പെട്ടെന്ന് പരിഗണിക്കാൻ പറ്റത്തില്ല. അതാണ് അവർ പറഞ്ഞത്. പെട്ടെന്ന് പരിഗണിക്കേണ്ട ഒരു കേസും അല്ല ഇത്. 9 പ്രാവശ്യം സമൻസ് കൊടുത്തിട്ട് റിജക്റ്റ് ചെയ്തു. അതും ഒരു മുഖ്യമന്ത്രിയാണ്. ആലോചിച്ച. കാരണം അയാൾക്കറിയാം അയാൾ പെട്ട കേസാണിത്. കാരണം ഈ കേസിനകത്ത് ഉറപ്പായിട്ടും കോർട്ടിൻ്റെ ട്രയൽ കഴിഞ്ഞ് വിധി വരുമ്പോൾ ഉറപ്പായിട്ടും കേജ്രിവാളിന് ജീവപര്യന്തം കിട്ടേണ്ട കേസായത്. അതുകൊണ്ടാണ് മനീഷ് സിസോദിയയ്ക്ക് ഇന്നും ജാമ്യം കൊടുക്കാത്തത്. കാരണം ഒരു സ്റ്റേറ്റിൻ്റെ മിനിസ്റ്റർ ഒരു കൈക്കൂലിക്ക് വേണ്ടി നടത്തിയ നയം മാറ്റം പ്രൂവ് ചെയ്തു. സുപ്രീം കോർട്ടിലാണെങ്കിലും മറ്റുള്ള കോർട്ടിലാണെങ്കിലും. കാരണം ഈ ഡോക്യുമെൻസുമായിട്ടാണല്ലേ ED CBIയും പോകുന്നത്. അതുകൊണ്ടാണ് പല ജഡ്ജിമാരും പല കോടതിയിലും പോയിട്ടും ഇവർക്കൊന്നും ജാമ്യം കിട്ടാത്തത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവർ സത്യസന്ധരൊന്നും അല്ല.